വ്യൂവേഴ്സ്, ഞാനൊരു കല്യാണ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് കേട്ടോ. എൻ്റെ കസിൻ ബ്രദറിൻ്റെയാണ്, അതായത് മാമൻ്റെ മോൻ്റെ. അവൻ കോട്ടയം പൊൻകുന്നം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കല്യാണം കഴിക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ചൂരനാടാണ്. ഇവിടുന്ന് 2 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് വേണം കോട്ടയത്തെത്താൻ. പറയേണ്ട ആവശ്യമില്ലല്ലോ, റാന്നി കോട്ടയമൊക്കെ ഉള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. എല്ലാ കസിൻസും ഉണ്ടായിരുന്നു, എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇവരെയൊക്കെ കാണുന്നത്. വളരെ മനസ്സിന് സന്തോഷവും വളരെ നല്ലൊരു ഡേ ആയിരുന്നു അന്ന് കേട്ടോ. എല്ലാവരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി, കല്യാണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഡേ ഒരു പക്ഷേ പറയാൻ കഴിയുമായിരിക്കും. അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു ഈവൻ്റ് ആയിരുന്നു അത്. അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും കോട്ടയം വരെ യാത്ര ചെയ്തതല്ലേ, അപ്പോൾ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വിസിറ്റ് ചെയ്യണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്ന ഈ സ്ഥലത്ത് പോകുന്നത്. ഇത് ഈരാറ്റുപേട്ടയിൽ നിന്നും മാങ്കൊമ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകണം. നല്ല രസമാണ് കേട്ടോ. ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് ശരിക്കും കാപ്പിത്തോട്ടങ്ങളും ഏലത്തോട്ടങ്ങളുമാണ്. ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് ഒരു 2 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെത്തിയത്. ഇത് ഇല്ലിക്കൽ കല്ല് എന്നാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അറിയപ്പെടുന്നത്. ഞങ്ങളവിടെ ഇറങ്ങിയപ്പോൾ ചെറിയ പൊടി മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മലകളും അതിനകത്ത് മൂടി നിൽക്കുന്ന മഞ്ഞും മാത്രമാണ്. മനസ്സിന് വളരെ കുളിർമേകുന്ന ഒരു വ്യൂ ആയിരുന്നു ഇത്. ഞങ്ങൾ ആലോചിച്ച് ഞങ്ങൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയിട്ടുണ്ട്. എങ്കിലും അവിടെ നിന്ന് ഒരു 10 മാർക്ക് കൂടുതൽ നമുക്ക് ഈ ഇല്ലിക്കൽ കല്ലിന് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മഞ്ഞ് വന്ന് നമ്മളെ കൂടെ മൂടും. ഒരു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ആ മഞ്ഞ് അപ്രത്യക്ഷമാകും. ഞങ്ങളിവിടുന്ന് ചായയൊക്കെ കുടിച്ച് ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്തു. ഇവിടെ ആണെങ്കിൽ നമ്മളിവിടെ ടോപ്പ് വ്യൂ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പ് സവാരി അവൈലബിൾ ആണ്. 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോണം, 50 രൂപ മാത്രമേ ഉള്ളൂ. വളരെ ചീപ്പ് റേറ്റാണ്. ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇത്തിരി ലേറ്റായിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ 3:30 ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ മഴച്ചാറ്റലും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളും ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് വിസിറ്റ് ടോപ്പ് വ്യൂ കാണാൻ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഓർക്കുമ്പം മനസ്സിന് ഭയങ്കര കുളിർമ തരുന്ന ഒരു ഓർമ്മകൾ തരുന്ന ഒരു വ്യൂ ആയിരുന്നു. നിങ്ങളെല്ലാവരും വൺസ് ഇൻ എ ലൈഫ് അവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ.